ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പരസ്യ ജീവിതം സഭ ആരാധനയോടെ നോക്കുന്ന കാലഘട്ടമാണ് ദനഹാകാലം. 3 വർഷം മാത്രം നീണ്ടുനിന്ന പരസ്യ ജീവിതം പിന്നീട് അവൻ്റെ ശിഷ്യൻ ഇങ്ങനെ ഓർത്തെടുത്തു: അവൻ നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയി. ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ നേർക്കാഴ്ച എന്ന് വിശേഷിപ്പിക്കാവുന്ന വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 7 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളാണ് നാം ഇന്ന് പ്രാർത്ഥനാപൂർവം വായിക്കുന്നത്. ഈ സുവിശേഷ ഭാഗം 2 വാചകങ്ങളിൽ ചുരുക്കാം. 1, ഈശോ ശിഷ്യന്മാരോടുകൂടി കടൽ തീരത്തേക്ക് പോയി. 2, പിന്നെ അവൻ മലമുകളിലേക്ക് കയറി. കടൽ തീരവും മലമുകളും പരസ്യജീവിതകാലത്തുടനീളം ഈശോ ഇഷ്ടപ്പെട്ട 2 ഇടങ്ങളായിരുന്നു. കടൽ തീരത്ത് അവൻ മനുഷ്യനെ കണ്ടുമുട്ടിയപ്പോൾ മലമുകളിൽ അവൻ ദൈവത്തോട് സംസാരിച്ചു. യഹൂദ നേതാക്കളുടെ എതിർപ്പ് മൂലമാണ് സിനഗോഗ് വിട്ട് ഈശോ കടൽ തീരത്തേക്ക് പിൻവാങ്ങിയത്. ജനങ്ങൾ വലിയ ആവേശത്തോടെ ഈശോയുടെ ചുറ്റും കൂടി. അവൻ ചെയ്ത അത്ഭുതങ്ങളെപ്പറ്റി കേട്ടിട്ടാണ് അകലെയുള്ള വിജാതീയ പ്രദേശങ്ങളിൽ നിന്ന് പോലും ധാരാളം ആളുകൾ അവനെ തേടിയെത്തിയതെന്ന് മർക്കോസ് സുവിശേഷകൻ കുറിക്കുന്നുണ്ട്. അവനെ തൊട്ടാൽ രോഗശാന്തി ഉറപ്പാണ് എന്നവർ അറിഞ്ഞിരുന്നു. എന്നാൽ ഈശോ കരം നീട്ടി തൊടുന്നത് കാത്തിരിക്കാൻ അവർ ഒരുക്കമായിരുന്നില്ല. ഈശോയെ എത്തിത്തൊടാൻ എന്ത് സാഹസത്തിനും അവർ തയ്യാറായിരുന്നു. ഇത് കടൽ തീരത്തിൻ്റെ ആത്മീയതയാണ്. കടലോരം ആൾക്കൂട്ടത്തിൻ്റെ ഇടമാണ്. ശബ്ദ കോലാഹലങ്ങൾ നിറഞ്ഞ് അടുക്കും ചിട്ടയുമില്ലാതെ ആളുകൾ നിറഞ്ഞൊഴുകുന്ന ഇടം. ഗലീലി കടൽ തീരത്ത് വെച്ച് വലിയ ജനക്കൂട്ടത്തെ ഈശോ പഠിപ്പിച്ചിരുന്നു എന്നത് സത്യം തന്നെ. എന്നാൽ ഈശോയെ കേൾക്കുക എന്നതിനേക്കാൾ ഉപരി സൗഖ്യം നേടുക എന്ന ലക്ഷ്യവുമായി എത്തിയവരാണ് കടൽ തീരത്തെ ജനങ്ങൾ. കടൽ തീരത്തിൻ്റെ ആത്മീയതയല്ല മലമുകളിൻ്റേത് എന്ന് വ്യക്തമാക്കുന്ന വചനങ്ങളാണ് പിന്നാലെ വരുന്നത്. കടൽ തീരത്തെ ശുശ്രൂഷ അവസാനിപ്പിച്ച് ഈശോ മലമുകളിൽ എത്തുന്നു. മലമുകൾ ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടമാണ്. സ്വർഗത്തോട് ഭൂമി ഏറ്റവും അടുത്തിരിക്കുന്ന അതിർത്തി പ്രദേശം. പഴയ നിയമത്തിൽ ദൈവം മോശയ്ക്ക് 10 കൽപ്പനകൾ നൽകിയതും പുതിയ നിയമത്തിൽ ഈശോയുടെ ഗിരിപ്രഭാഷണവും രൂപാന്തരീകരണവും നടക്കുന്നതും മലമുകളിൽ വെച്ചു തന്നെ. പ്രാർത്ഥിക്കാനായി മലമുകളിലേക്ക് പോകുന്ന ശീലം അവിടുത്തേക്ക് ഉണ്ടായിരുന്നു എന്നതിന് സുവിശേഷം സാക്ഷി. എന്നാൽ ഈ പ്രാവശ്യം ഇതിനൊന്നുമല്ല ഈശോ മല കയറിയത്. തനിക്കിഷ്ടമുള്ളവരെ കടൽ തീരത്ത് നിർത്താതെ മലമുകളിലേക്ക് വിളിക്കുക എന്നതായിരുന്നു അവൻ്റെ ഉദ്ദേശ്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അനുസരിച്ച് ഈശോ തൻ്റെ ആദ്യ 4 ശിഷ്യന്മാരെ വിളിക്കുന്നത് കടൽ തീരത്ത് വെച്ചാണ്. മീൻപിടുത്തക്കാരായ അവരോട് ഈശോ ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ: എന്നെ അനുഗമിക്കണം, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. കടൽ തീരത്തിൻ്റെ ആത്മീയത ഉപേക്ഷിക്കാതെ തന്നോടൊപ്പം ആയിരിക്കാനാവില്ല എന്ന് അവിടുന്ന് പറയാതെ പറയുകയാണ്. മലമുകളിലേക്ക് വിളിക്കപ്പെട്ടവർക്ക് ലഭിച്ച സൗഭാഗ്യം ഈശോയോടൊപ്പമായിരിക്കാൻ കഴിഞ്ഞു എന്നതാണ്. എല്ലാവർക്കും ലഭിക്കാത്ത, ആഗ്രഹിച്ചവർക്ക് പോലും ചിലപ്പോൾ നിഷേധിക്കപ്പെട്ടിട്ടുള്ള കൃപ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പിശാച ബാധയിൽ നിന്ന് സുഖമാക്കപ്പെട്ട മനുഷ്യനെ നാം കണ്ടുമുട്ടുന്നുണ്ട്. ഒരു കടൽ തീരത്ത് വെച്ച് തന്നെ കൂടി ഈശോയോടൊപ്പം ആയിരിക്കാൻ അനുവദിക്കുമോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അതിന് അനുവദിക്കാതെ ഈശോ അവന് നൽകിയ മറുപടി ഇപ്രകാരം ആയിരുന്നു: നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പൊയ്ക്കൊള്ളുക. സ്നേഹമുള്ളവരെ, സൗഖ്യം വാങ്ങിക്കാനല്ല, സൗഖ്യപ്പെടുത്താനുള്ള കൃപ കൊടുക്കാനാണ് മലമുകളിലേക്ക് വിളിക്കപ്പെടുന്നത്. പ്രസംഗം കേൾക്കാനല്ല, പ്രസംഗിക്കാൻ അയക്കപ്പെടാനുള്ള വിളിയാണത്. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഒന്നും നേടാനല്ല, എല്ലാം നഷ്ടപ്പെടുത്താനുള്ള വിളിയാണത്. അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവൻ്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്നതിനും വേണ്ടിയുള്ള വിളി എന്നുകൂടി പൗലോസ് അപ്പസ്തോലൻ കൂട്ടിച്ചേർക്കും. മല കയറിയവർ സൗഖ്യത്തിനു വേണ്ടിയല്ല, സഹനത്തിനു വേണ്ടി പ്രാർത്ഥിക്കും. വിശുദ്ധ അൽഫോൻസാമയുടെ വാക്കുകൾ നമുക്ക് സുപരിചിതമാണല്ലോ: സഹിക്കുന്നത് എനിക്ക് സന്തോഷമാണ്, സഹിക്കാൻ കിട്ടാത്ത ദിവസം ശൂന്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കടൽ തീരവും മലമുകളും ആത്മീയതയുടെ 2 സാധ്യതകളാണ്. കാര്യസാധ്യത്തിനായി ദൈവത്തെ തേടുന്നവർക്ക് കടൽ തീരത്തിൻ്റെ ശബ്ദ കോലാഹലങ്ങളിൽ മുഴുകി മടങ്ങിപ്പോകാം. ദൈവത്തോടൊപ്പം ആയിരിക്കണമെങ്കിൽ മല കയറണം. മലകയറ്റം ഒത്തിരി ഇഷ്ടപ്പെട്ട 24-കാരനായ ഒരു യുവാവിനെ കഴിഞ്ഞ സെപ്റ്റംബർ മാസം ലയോ 14-ാമൻ മാർപ്പാപ്പ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. വിശുദ്ധ പിയർ ജോർജോ ഫ്രസാത്തി. ഉയരങ്ങളിലേക്ക് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സൂത്രവാക്യം. പിയർ ജോർജോയുടെ വാക്കുകൾ കടമെടുക്കട്ടെ:
നാം എത്ര ഉയരത്തിലെത്തുന്നുവോ അത്രയും വ്യക്തമായി മിശിഹായുടെ സ്വരം കേൾക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയ്ക്കിഷ്ടമെങ്കിൽ എന്നെ മലമുകളിലേക്ക് വിളിക്കണമേ. അവിടെ അങ്ങയോടൊത്ത് ആയിരിക്കുന്നതിൽ ഞാൻ ആനന്ദം കണ്ടെത്തട്ടെ. ആമേൻ.